Hi friends, എല്ലാവർക്കും ആപ്സ് ഓഫ് NizarBabuവിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മുടെ കയ്യിലുള്ള ഡ്രോൺ ഇതാണ്. നിങ്ങൾക്കറിയാമായിരിക്കും DJI Mavic Mini 2. ഓക്കെ, Mini 2 അല്ലാത്ത വിഷ്വൽസ് നിങ്ങൾ ഇഷ്ടംപോലെ നമ്മളെ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. ആ സമയത്ത് പലരും ചോദിച്ചിരുന്നു ഏതാണ് ആ ഡ്രോൺ എന്നുള്ളത് അല്ലേ. ഞാൻ അന്ന് ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു എൻ്റെ സുഹൃത്തിൻ്റെ ഒരു ഡ്രോൺ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അദ്ദേഹത്തെ തന്നെ വിളിക്കാതെ. അപ്പോൾ ഗൈസ്, ഇത് സൽമാൻ ഫൈസി എന്ന് പറയുന്ന നമ്മുടെ സുഹൃത്ത് തന്നെയാണ്, നമ്മുടെ അടുത്തുള്ള ഒരു നാട്ടുകാരൻ തന്നെയാണ്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് വലിയൊരു ഡ്രോൺ ഉണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഡ്രോൺ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ വലിയ വലിയ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ കുറേ ആളുകൾ റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മൾ അദ്ദേഹത്തെ ഈ ഒരു ചാനലിലേക്കും നമ്മളെ ഈ ഡ്രോൺ പരിചയപ്പെടുത്താൻ വന്നത് കേട്ടോ. ഡ്രോൺ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മളെ സൽമാൻ ഫൈസിയെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യാം. പിന്നെ എന്താ പറയുക, ഇതാണ് നമ്മുടെ Mavic 2 Pro അല്ലേ. 2 Pro ആണ് നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പം 2 Proയുടെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അടിപൊളി സാധനമാണ്. ഇത് പറക്കുന്നത് എങ്ങനെയെന്നുള്ളത് നമുക്ക് എന്താ പറയുക കണ്ടറിയാൻ തന്നെ വേണ്ടോ, അത്ര അടിപൊളിയാണ്. ഒരു വർഷം മുമ്പ് വാങ്ങിയാണല്ലേ ഇത്? ഏകദേശം 1.5 വർഷമായി. എത്ര രൂപ ഇതിന്? 150 ആയി. ഇത് എന്ത് പർപ്പസിനാണ് അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കൽ? സാധാരണ പാഷൻ എന്നുള്ള നിലക്കും പിന്നെ അതിൻ്റെ പുറമെ നമുക്ക് കൊമേഴ്ഷ്യൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും. ഓക്കെ, നമ്മൾ സാധാരണ ഒരു എന്താ പറയുക, ഇതേപോലെ മുസ്ലിയാക്കന്മാർ അല്ലെങ്കിൽ മുസ്ലിയാമാരെന്നൊക്കെ പറഞ്ഞാൽ വെറും മതപഠനം മാത്രം ചെയ്തുകൊണ്ട് അങ്ങനെ ജീവിക്കുന്നവരാണെന്ന് വിചാരിക്കരുത് കേട്ടോ. കാരണം നമുക്ക് ഏവർക്കും ഏതൊരു മേഖലയിലേക്കും കയറി ചെല്ലാം എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഷോപ്പിൻ്റെ പ്രൊമോഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ ഒരു ഡ്രോണും അതുപോലെ കുറേ ക്യാമറയും കാര്യങ്ങളും വലിയൊരു ടീം വർക്കാട്ടോ. ഒരാൾ മാത്രമല്ല, മൊത്തത്തിൽ എത്ര ആളുണ്ട്? ഞങ്ങൾ 6 ആളുണ്ട്. വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, നിലവിലുണ്ട്. അപ്പോൾ ഇവരെ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, അതിൽ തന്നെ കണ്ടാൽ മതി. അടിപൊളി. സത്യം പറയുകയാണെങ്കിൽ ഞാൻ ഈ ഒരു ഡ്രോൺ വാങ്ങാൻ തന്നെ ഇൻസ്പയർ ആയത് ഇവരെ വിഷ്വൽസ് കണ്ടിട്ട് കേട്ടോ. സത്യമാണ് പറഞ്ഞത്. കാരണം അലിഫ് മീഡിയ എന്നാണ് ഇവരെ ഇൻസ്റ്റാഗ്രാമിൻ്റെ പേര്. ആ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ അറിയാം, അടിപൊളി കിഡിലൻ ഷോട്ടുകൾ ഇങ്ങനെ കാണാം. അത് വെച്ചിട്ട് ഞാൻ സത്യത്തിൽ ഇത് വാങ്ങണം എന്നാണ് കരുതി. പക്ഷേ നമ്മുടെ അടുത്ത് എമൗണ്ടും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ടാണ് ചെറുത് വാങ്ങിയത്. പിന്നെ അത് മാത്രമല്ല, നമുക്ക് ഫസ്റ്റ് ബിഗിനേഴ്സിനൊക്കെ പഠിക്കാൻ നല്ലത് ഇതേപോലുള്ള ചെറിയ ഡ്രോൺ. അത് വാങ്ങാനും പോയാലും ഈ ഒരു എമൗണ്ട് അല്ലെങ്കിൽ 43,000 രൂപയിൽ എന്തായാലും ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും പറഞ്ഞില്ല. നമുക്ക് ആദ്യം തന്നെ ഇപ്പോൾ ഉള്ള നിലവിൽ ഈ ഡ്രോണിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പഠിക്കാം, ഇതെങ്ങനെ കണക്ട് ചെയ്യാം എന്നുള്ളതൊക്കെ. അപ്പോൾ അതിലേക്ക് കിടക്കാം. അപ്പോൾ ഗൈസ്, ഇതാണ് Mavic 2 Pro. ഇത് 1 വർഷം ആയിട്ടോ വാങ്ങിയിട്ട്. ആദ്യം നമുക്ക് അതേപോലെ തന്നെ ഓപ്പൺ ചെയ്യാം. ഈ വലിയ ലെഗ് ഉള്ളതാണ് കേട്ടോ ഫസ്റ്റ് ഓപ്പൺ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗവും ഓപ്പൺ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം താഴെ ഭാഗമുള്ളത് ഒക്കെ അൺഫോൾഡ് ചെയ്തു കേട്ടോ. ഓക്കെ ഗൈസ്, ഇതാ ഇത്രയും വലുപ്പമുണ്ട്. 900 ഗ്രാമാണ് ഇതിൻ്റെ വെയിറ്റ്. അത്യാവശ്യം വെയിറ്റും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. നല്ലൊരു അടിപൊളി ഡ്രോൺ തന്നെയാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, പ്രൊപ്പല്ലർ ഇതിലേക്ക് കണക്ട് ചെയ്യാം. ഇതിൻ്റെ പ്രൊപ്പല്ലർ ഇടുന്നത് എന്താ വെച്ചാൽ ഈ ഒരു വൈറ്റ് പുള്ളി ഉണ്ടോ, ഈ ഒരു വൈറ്റ് പുള്ളിയും ഇതും ഓക്കെ, ഈ ഒരു സൈഡിലുള്ളതും ഇതും ഒരേ കളറിലുള്ള കേട്ടോ. വൈറ്റ് ഇതേപോലെ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. ആ ഇതിനുള്ള പ്രൊപ്പല്ലറാണിത്. അതുപോലെ തന്നെ ബ്ലാക്ക് മാർക്ക് ചെയ്യാത്തതിനുള്ളത് ഈ ഒരു ഭാഗത്ത് വരും കേട്ടോ. അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇതിലൊന്ന് കണക്ട് ചെയ്യാം. പ്രസ് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യുക. ഇതേപോലെയാണ് പ്രൊപ്പല്ലർ കണക്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. അതേപോലെ തന്നെ നമുക്ക് രണ്ടാമത്തതും മൂന്നാമത്തും നാലാമത്തും ചെയ്യാം കേട്ടോ. ബ്ലാക്ക് ആണെങ്കിൽ ഇതാണ്. ഇവിടെ വൈറ്റും ബ്ലാക്കും നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രൊപ്പല്ലർ കണക്ട് ചെയ്തിരിക്കുകയാണ്. പിന്നെ ഇതിൻ്റെ ബാറ്ററിയും കാര്യങ്ങളും ഞാൻ പറഞ്ഞല്ലോ, ഇതാണ് സംഭവത്തിൽ ബാറ്ററി ഇതിൻ്റെ മുകളിലുള്ളത്. ഇത് പ്രസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് പൊക്കി കഴിഞ്ഞാൽ തന്നെ ബാറ്ററി കിട്ടുന്നതാണ്. ഈ ഒരു ബാറ്ററിക്കുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് പവർ ബാങ്ക് ആയിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതിൻ്റെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് താഴേക്കാൻ അമർത്തി കഴിഞ്ഞാൽ കിട്ടും. ഇവിടെ ഒരു പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ചാർജും കാര്യങ്ങളും നമുക്ക് കാണിച്ചു തരുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ സെൻസേഴ്സ് എന്ന് പറയുന്നത് ഒരു സെൻസർ ഇതാണ്, രണ്ടാമത്തെ സെൻസർ ഇതാണ്. ഓക്കെ, എല്ലാ സൈഡിലും സെൻസർ ഉണ്ട്. 360 ഡിഗ്രിയും സെൻസറാണ് ഇതിനുള്ളത്. 3, 4, അതുപോലെ തന്നെ 5, ഈ സൈഡിലൊന്നുണ്ടാവും 6, പിന്നെ താഴെ 7, 8. ഓക്കെ, 8 സെൻസറുകളാണ് ഇതിനുള്ളത് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ ഫ്ലാഷ് ലൈറ്റ് ഉണ്ട്. ഇത് രാത്രി സമയത്തൊക്കെ നമുക്ക് ഈ സെൻസർ പിടിക്കാതിരിക്കുന്ന സമയത്ത് ഓപ്പൺ ആക്കാനുള്ള, രാത്രി സമയത്ത് പുറത്തുന്ന സമയത്തുള്ളതാണ്. അതിനായിട്ട് ഉപയോഗിക്കുന്ന ഫ്ലാഷ് ലൈറ്റാണ്. ഇതിൻ്റെ ക്യാമറയിലേക്ക് വരുമ്പോഴാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇതിൻ്റെ ഈ ഒരു അടപ്പ് നമുക്ക് ഊരി നോക്കാം. ഓക്കെ ഗൈസ്, ഇതാണ് ഇതിൻ്റെ ക്യാമറ. 3 ആക്സിസ് ബലാണ് ഇതിൽ വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ലൈറ്റും കാര്യങ്ങളാണ് കേട്ടോ ഈ ഒരു സൈഡിൽ കാണുന്നത്. പിന്നെ അതുപോലെ തന്നെ ഗൈസ്, ഇതാണ് ഇതിൻ്റെ റിമോട്ട് കാര്യങ്ങളൊക്കെ. ഇതിൻ്റെ ആൻറ്റിനയാണിത്. പിന്നെ അതുപോലെ തന്നെ ചെറിയൊരു ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. പിന്നെ റെക്കോർഡ് ചെയ്യാനുള്ള ബട്ടൺ ഇവിടെ കാണുന്നുണ്ട്. ക്യാമറ ഫോട്ടോ എടുക്കാനുള്ള ബട്ടൺ ഇവിടെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് ആണ്, ക്യാമറ അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ കേട്ടോ. മുകളിലേക്കും താഴേക്കൊക്കെ മാറ്റാനുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്, സൂമിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. പിന്നെ അതുപോലെ തന്നെ ജോയ്സ്റ്റിക്ക് ഇത് പൊങ്ങാനും താവാനും, അതുപോലെ തന്നെ ലെഫ്റ്റ് റൈറ്റൊക്കെ. അതേപോലെ തന്നെ ഇതാണ് ഇതിൻ്റെ സ്റ്റിക്ക് കേട്ടോ. ഇതിൻ്റെ മുകളിൽ
ഇവിടെ പ്രസ് ചെയ്ത് കൊടുക്കലാണ്. ഓക്കെ, ഇത് നമുക്ക് ബാഗിലൊക്കെ ഇടുന്ന സമയത്ത് അതിൽ കുടുങ്ങാതിരിക്കാൻ വേണ്ടി കേട്ടോ നമുക്ക് വേണമെങ്കിൽ അയച്ചു മാറ്റി വെക്കാം. ഇവിടെ നമുക്ക് മൊബൈൽ കണക്ട് ചെയ്യാം കേട്ടോ. മൊബൈൽ കണക്ട് ചെയ്തിട്ട് അതിൽ നമുക്ക് ഡിസ്പ്ലേയിൽ കാണാവുന്ന കേട്ടോ. അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ്. ഹോം ബട്ടൺ ഇവിടെ ഉണ്ട്. ഇതാണ് ഇതിൻ്റെ സംഭവം. അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് Mavic 2 Pro ഉള്ളത്. ഇതിൻ്റെ വില എന്ന് പറയുന്നത് ഏകദേശം 2 ലക്ഷം രൂപ നാട്ടിലെ പ്രൈസ് വരുന്നത് കേട്ടോ. നമ്മളിവിടെ ഇപ്പോൾ ഏകദേശം 2 ലക്ഷം രൂപ അടുത്ത് വരും കോംബോ പാക്കിന് കേട്ടോ. കോംബോ അല്ലെങ്കിൽ ഒരു 40,000-40,000 രൂപ കുറയും. അതാണ് ഇപ്പോൾ ഏകദേശം എനിക്ക് മനസ്സിലായത് കേട്ടോ. ഞാൻ ഇതിൻ്റെ സൈറ്റും കാര്യങ്ങളൊന്നും ജസ്റ്റ് നോക്കിയിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ഇതാണ് സംഭവം. DJI Mavic 2 Pro നമ്മൾ ഇനി ഒന്ന് പറത്താൻ പോവുകയാണ്. അപ്പോൾ ഇത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഡ്രോണാണ്. അപ്പോൾ ഇത് നമ്മൾ പൊക്കാൻ പോവുകയാണ്. ഒരു അത്യാവശ്യം നമുക്കിവിടെ ഉള്ള ഏകദേശം ഒരു ഹൈറ്റിലൊക്കെ പൊക്കാം. ഇനി കാണാൻ പോകുന്ന കാഴ്ച എന്ന് പറയുന്നത് നമ്മുടെ ഡ്രോണിൻ്റെ കാഴ്ചകളാണ്. നമ്മൾ ഓണാക്കാൻ പോവുകയാണ്. ഓണാക്കാനായിട്ട് ചെയ്യേണ്ടത് ഈ ഒരു സംഭവം ഒരു പ്രാവശ്യം നെക്കി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇതേപോലെ ചാർജ് കാണിക്കും. രണ്ടാമത് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഓണായി വരുന്ന കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഒരു പ്രാവശ്യം നിൽക്കുക, അതിനുശേഷം ലോങ് പ്രസ് ചെയ്യാം. ഓക്കെ ഗൈസ്, ഇതിൻ്റെ ക്യാമറയും കാര്യങ്ങളൊക്കെ തിരിയുന്നുണ്ടോ? ഓക്കെ, നമ്മളെ ഡ്രോൺ റെഡി ആയിരിക്കുകയാണ് പറക്കാനായിട്ട്. ഇനി റിമോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അത് വെച്ചിട്ട് നമ്മൾ പറത്താൻ പോവുകയാണ്. ക്യാമറൻ്റെ ഒക്കെ ലുക്ക് നോക്കിട്ടോ, അടിപൊളിയാണ്. ഓണാവില്ലല്ലോ, എൻ്റെ മുഖം കട്ടായി പോട്ടോ. പിന്നെ മറ്റൊരു ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് കയ്യിലൊക്കെ പിടിക്കുന്ന സമയത്ത് ഈ ബ്ലേഡൊക്കെ മുഖത്തടിച്ച് കഴിഞ്ഞാൽ പീസ് ആവും, ഇവയൊക്കെ മുറിഞ്ഞാണ് പോകും. അപ്പോൾ നമ്മുടെ സൽമാൻ ഫൈസി ഉസ്താദ് ഇത് ഓണാക്കാൻ പോവുകയാണ്. സംഭവത്തിൽ നമ്മൾ ഡ്രോൺ റെഡി നമ്മളെ കയ്യിൽ നിന്ന് പിടിച്ചിരിക്കുകയാണ്. ഇവിടെ വെച്ചിട്ട് തന്നെ ഓണാക്കാം. റെഡി അല്ലേ? 2 ക്യാമറ റെഡി. ഇനി നമുക്ക് കുറച്ച് കാഴ്ചകൾ കാണാം. എങ്ങനെ ഉണ്ട് എന്നുള്ളത് ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. സൽമാൻ ഫൈസി ഉസ്താദ് റെഡി അല്ലേ? സംഭവം റെഡി, സ്റ്റാർട്ട്. സംഭവം ഗൈസ്, നമ്മളെ ഡ്രോൺ ഇതാ പൊങ്ങിയിരിക്കുകയാണ്. ഇനി കുറച്ച് കാഴ്ചകൾ കാണാം. നേരെ അടിയിലേക്ക്. ഓക്കെ, റെഡി. ഇത് ഞങ്ങൾ അവിടെ ഉള്ളൊരു ബ്രിഡ്ജാട്ടോ. നമ്മളിവിടെ മുണ്ടക്കപ്പാലം എന്ന് പറയും, പുളിയക്കോട് അടുത്തുള്ളൊരു ബ്രിഡ്ജാണ്. ഞങ്ങൾ രണ്ടാളെ നാടിൻ്റെ ഇടയിലുള്ളൊരു ബ്രിഡ്ജാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ GPS മോഡും ഡിസ്പ്ലേയും കാര്യങ്ങളാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ മൊബൈലിൽ കണക്ട് ചെയ്തിരിക്കുകയാണ്. നമ്മളെ ലൊക്കേഷനും കാര്യങ്ങളും അതുപോലെ തന്നെ ഇത് പറക്കുന്ന സംഭവങ്ങളൊക്കെ കാണാം. പിന്നെ നമ്മുടെ ഡ്രോണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതവിടെ ചെറുതായിട്ട് കാണുന്നുണ്ടോ? അണ്ട ഗൈസ്, ഇതാണ് ഡ്രോണ്. ഓക്കെ, അത്യാവശ്യം ഹൈറ്റിൽ പൊങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നമ്മൾ ക്യാമറയിൽ സൂം ചെയ്തിട്ട് വരെ കാണുന്നില്ല കേട്ടോ. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വിഷ്വൽസ് അതിമനോഹരമായിട്ടുള്ള വിഷ്വൽസാണ്. എൻ്റെ നാട് തന്നെ ഇഷ്ടം പോലെ കാണുന്നുണ്ട്. അപ്പോൾ അടിപൊളിയായിരിക്കുകയാണ്. നല്ലൊരു മോർണിംഗ് ആയതുകൊണ്ട് നല്ല ക്ലൗഡിയാണ്. അതെ, നമ്മളെ നാടിൻ്റെ കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം. സമുദ്ര ഗൈസ്, ഇനി കാണാൻ പോകുന്ന കാഴ്ച എന്ന് വെച്ചാൽ നമ്മൾ ഇതിന് ട്രാക്ക് ചെയ്തിട്ടുള്ള സംഭവം ഉണ്ട്. ഈ ഒരു ഡ്രോണിൻ്റെ പ്രത്യേകത നമ്മളെ ഡ്രോണിനേക്കാളും കൂടുതലായിട്ടെന്ന് വെച്ചാൽ നമുക്ക് വണ്ടിയൊക്കെ ട്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടിയുടെ കൂടെ അതേപോലെ തന്നെ പോരുന്നൊരു സംഭവമുണ്ട്. അപ്പോൾ അതൊന്ന് ചെയ്ത് വെച്ചൊരു വീഡിയോ ഉണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് കണ്ടുവരാം. ഇപ്പോൾ നമ്മൾ ട്രാക്ക് ചെയ്തിരിക്കുക കേട്ടോ. ഇപ്പോൾ ട്രാക്ക് ചെയ്തിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. നമ്മൾ പോകുന്നതിനനുസരിച്ച് ഡ്രോൺ ഇപ്പോൾ പോകുന്നതാണ്. ഓക്കെ ഗൈസ്, കണ്ട ഗൈസ്, സംഭവത്തിൽ കാണുന്നില്ലേ കാഴ്ച കണ്ടോ? ഓക്കെ, അപ്പോൾ നമ്മൾ ട്രാക്ക് ചെയ്ത് ഇങ്ങനെ ഡ്രോൺ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗൈസ്, നമ്മളെ ഡ്രോൺ ഇതാ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതാ ഡ്രോൺ നേരെ മുകളിൽ തന്നെ ഉള്ളത്. നമ്മളെ അത്യാവശ്യം നമ്മളെ നാടിൻ്റെ വിഷ്വൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എങ്ങനെ ഉണ്ട്? അടിപൊളിയല്ലേ?
അപ്പോൾ നമ്മളെ Mavic 2 Pro ഇതാ നമ്മളെ കയ്യിൽ എത്തിയിരിക്കുകയാണ്, തിരിച്ചു തന്നെ എത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ ഫെസിലിറ്റീസ് നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, ഇഷ്ടം പോലെ സംഭവങ്ങളാണ്. പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട സംഭവം എന്താ വെച്ചാൽ ഇത് തന്നെയാണ്, ഇതിൻ്റെ ഈ ഒരു ഡ്രോണിൻ്റെ സെൻസറുകൾ തന്നെ കേട്ടോ, എവിടെയും തട്ടൂല എന്നുള്ളത്. അപ്പോൾ അതാ വരുന്നുണ്ട് സംഭവത്തിൽ. ഓക്കേ, അപ്പോൾ നമ്മളെ കയ്യിലേക്ക് തന്നെ തിരിച്ചു വന്നിരിക്കുകയാണ്. അടിപൊളി കുട്ടപ്പനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്യാം. ഒരു വിമാനമൊക്കെ ലാൻഡ് ചെയ്യണതേ പോലെ തന്നെ കേട്ടോ ലാൻഡിങ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതുപോലെ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഞാൻ നേരത്തെ പറഞ്ഞു എന്നുള്ളൂ, എന്നാലും ചോദിക്കാന്നുള്ളൂ. ഈ ഒരു ഫ്ലാഷ് ലൈറ്റ് എന്തിനു ഉപയോഗിക്കണം? അത് നമുക്ക് രാത്രി കാലങ്ങളിലൊക്കെ ലാൻഡ് ചെയ്യുമ്പോൾ ഒബ്സ്റ്റാക്കിൾ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളതാണ്, ലൈറ്റിനും വേണ്ടി അല്ലേ ആ സംഭവത്തിൽ. അപ്പോൾ രാത്രി സമയത്തൊക്കെ പറത്താനും പറ്റുന്ന അർത്ഥം. അപ്പോൾ ഏകദേശം നല്ല സമയം തന്നെ പറത്തിയിട്ടുണ്ട്. അത്യാവശ്യം ചാർജ് പകുതി ആയിട്ടുണ്ട് കേട്ടോ ചാർജ്. അപ്പോൾ ഈ സംഭവത്തിൽ ഇതിൻ്റെ താൽക്കാലിക റിവ്യൂ കാര്യങ്ങളാണ് നിങ്ങൾ കണ്ട് മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മളെ ചാനലിൽ ഇതിൻ്റെ കൂടെ വീഡിയോ ഉണ്ടാവും കേട്ടോ. കാരണം നമുക്കെന്താ വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ Mavic Mini 2 15 മീറ്റർ താഴെയുള്ള പല അടിപൊളി ക്വിക്ക് ഷോട്ടുകളും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് ഞാനത് ഉപയോഗിക്കും. അതുപോലെ തന്നെ മുകളിലേക്ക് വളർത്താനായിട്ട് ഇതാണ് ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ സൽമാൻ ഫൈസിക്ക് വളരെയധികം നന്ദി. കാരണം ഈ ഒരു വീഡിയോയിൽ ആദ്യമായിട്ടാണ് അദ്ദേഹം വീഡിയോയിൽ വരുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടംപോലെ എടുത്തിട്ടുണ്ടെങ്കിൽ കൂടി ആദ്യമായിട്ടാണ് ഒരു വീഡിയോയിൽ വരുന്നത്. ഞാൻ ആദ്യത്തെ പറഞ്ഞ പോലെ തന്നെ ഇവരുടെ ഇൻസ്റ്റാഗ്രാം താഴെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. ആപ്സ് ഓഫ് NizarBabu എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കും കേട്ടോ. അപ്പോൾ നല്ലൊരു കിടിലം വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. Bye bye.